നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. ഇന്ന് എന്നോടൊപ്പം ചാനൽ 5+ൻ്റെ മാനേജിംഗ് എഡിറ്റർ ശ്രീ നാസർ പൊന്നാട് കൂടി ചേരുകയാണ്. അപ്പോൾ ഈ ഒരു പരിപാടിയുടെ പേര് തന്നെ പോസ്റ്റ്മോർട്ടം എന്നാണ്. പോസ്റ്റ്മോർട്ടം എന്ന് പറയുമ്പോൾ പോസ്റ്റ്മോർട്ടം ടേബിളിൽ വെച്ച് കത്തി കൊണ്ട് കുത്തി കീറുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നേരെ മറിച്ചാണ്. പൊന്നാടും ബേപ്പൂരും രണ്ടല്ല ഒന്നാണ് എന്നാണ്. അപ്പോൾ പലപ്പോഴും എന്നാൽ എനിക്കൊരു എതിരഭിപ്രായം പറയാനുള്ളത്, തീർച്ചയായിട്ടും ഈ അഭിപ്രായങ്ങൾ തമ്മിൽ സംഘട്ടനങ്ങളുണ്ടായേക്കാം. അങ്ങനെ വരുമ്പോൾ നാസറും പൊന്നാടും ബേപ്പൂരും രണ്ടും രണ്ടായി മാറാനുള്ള സാധ്യതകളുണ്ട്. ഞങ്ങൾ വാസ്തവത്തിൽ ഒരേ മനസ്സുള്ളവരാണ്. അതേസമയത്ത് അഭിപ്രായങ്ങളിൽ പലപ്പോഴും ഭിന്നതയുള്ളവരാണ്, പ്രതിജന ഭിന്നമായി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പരിപാടിയാണെങ്കിൽ പോസ്റ്റ്മോർട്ടമാണ്. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കത്തി വെക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ആ ഒരു മുൻകൂർ ജാമ്യത്തോടു കൂടി തന്നെ, എൻ്റെ പേര് കത്തി വെക്കരുത് എന്നൊരു മുൻകൂർ ജാമ്യത്തോടു കൂടി തന്നെ ഞാൻ ചോദിക്കട്ടെ. നമ്മൾ ഈ പരിപാടിയിൽ ആദ്യമായിട്ട് ചർച്ച ചെയ്തത്, ഓരോ തെരഞ്ഞെടുപ്പ് വിശകലനത്തിലും ആദ്യമായിട്ട് വടക്ക് നിന്ന് ആണല്ലോ തുടങ്ങിയത്. വടക്ക് നിന്ന് കാസർഗോഡ് തുടങ്ങി താങ്കളാണ് തുടങ്ങി വെച്ചത്. അതുകൊണ്ട് താങ്കളോട് തന്നെ ചോദ്യം ആദ്യമായിട്ട് ചോദിക്കാം. കാസർഗോഡ് ജില്ലയെക്കുറിച്ച് വളരെ വിശദമായിട്ട്, വളരെ നന്നായിട്ട് താങ്കൾ അതിൽ വിലയിരുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് അതിലൊന്നും കുഴപ്പമില്ല, നന്നായിട്ട് വിലയിരുത്തി. പക്ഷേ എന്നാൽ പോലും ഞാനത് വളരെ ഒരു വിമർശന ബുദ്ധിയോടുകൂടി, നമ്മൾ ഒന്ന് ആണ് എന്നുള്ള ബുദ്ധിയോടുകൂടിയല്ല, പൊന്നാടും നാസറും ഒന്നാണ് എന്ന ബുദ്ധിയോടുകൂടിയല്ല, ഒരു അഭിവീക്ഷകൻ, ഒരു പുറത്തുള്ള ഒരാൾ എന്നുള്ള എനിക്ക് ഞാനിങ്ങനെ കേട്ട് അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ചോദ്യം എന്ന് പറയുന്നത്, താങ്കൾ പക്ക ഒരു UDFകാരനായിട്ടാണ് അതിൽ അവതരിക്കുന്നത്. താങ്കൾ ഒരുപാട് ഗുണഗണങ്ങൾ ഉണ്ണിത്താനെക്കുറിച്ച് പറയുന്നു. അതേസമയത്ത് അതേപോലെ തന്നെ ഗുണഗണങ്ങൾ പറയാവുന്ന ബാലകൃഷ്ണൻ മാഷയെക്കുറിച്ച് താങ്കൾ നിശബ്ദനാകുകയും ചെയ്യുന്നു. അപ്പോൾ താങ്കളിപ്പോൾ പച്ചക്കുപ്പായാണ് ഇട്ടതും. ഇതൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് താങ്കൾ ഒരു UDF അനുഭാവിയാണ് എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ താങ്കൾ കഴിയും? നമ്മുടെ ചാനൽ 5ൻ്റെ ചീഫ് എഡിറ്ററാണ് താങ്കൾ. താങ്കൾ പറഞ്ഞാൽ ഒന്ന് കറക്റ്റ് ചെയ്യണം. ഈ പോസ്റ്റ്മോർട്ടം കുത്തിക്കീറുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പേടിപ്പിക്കേണ്ട കാര്യമില്ല. പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് പ്രതികരണശേഷി ഇല്ലാതെ മരിച്ചു കിടക്കുന്ന ബോഡിയാണ്. അതിന് പ്രതികരിക്കില്ല. അപ്പോൾ നമ്മളെ പോസ്റ്റ്മോർട്ടം, അപ്പോൾ ഇതൊരു പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ ബോഡി ചിലപ്പോൾ പ്രതികരിക്കും, ഇത് പ്രതികരിക്കും. അപ്പോൾ ആ പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പം നിങ്ങളെന്നോട് പച്ചക്കുപ്പായത്തും വന്നാൽ തുടങ്ങി. ഇതന്നെ ഒരു 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 വിഭാഗീയത അതിലുണ്ട്. പച്ച കണ്ടാൽ ചിലർക്ക്, പണ്ട് ചുമപ്പ് കണ്ടാലാണ് കാളയൊക്കെ വിരലി പിടിക്കാന്ന് കേട്ട്, ഈ മറ്റേ കാളപ്പോരിനൊക്കെ അങ്ങനെ പച്ച കണ്ടാൽ, അല്ലെങ്കിൽ മലപ്പുറത്ത് എത്തിയാൽ അത് വേറെ രീതിയിൽ കാണാം. അപ്പോൾ ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ പിന്നെ വളരെ അശാസ്ത്രീയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിത്തിരിച്ചിട്ടൊക്കെ നാഷണൽ ഹൈവേ റോഡ് വികസനം ഉണ്ടായപ്പോൾ അവിടെ CPMമാരും കോൺഗ്രസ്സുകാരും ലീഗുകാരും ജനതാദളുകാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും ഒക്കെ സമരത്തിലുണ്ടായിരുന്നു. ആ സമരം ഉണ്ടായപ്പോൾ മലപ്പുറം ജില്ലയിലെത്തിയപ്പോൾ പറഞ്ഞാൽ അത് തീവ്രവാദികളാണ് അതിൻ്റെ ബേക്കിൽ. ഗെയിൻ സമരം ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ഭൂമിൻ്റെ ഉള്ളിൽ പിന്നെ എന്താണ് എപ്പോഴും പൊട്ടാവുന്ന ബോംബാണെന്നൊക്കെ ദേശാഭിമാനി എഴുതിയ അതേ സാധനം മലപ്പുറത്ത് സമരം നടത്തിയപ്പോൾ പറഞ്ഞു അത് തീവ്രവാദികളായിട്ട്. പിന്നെ ഗെയിൻ സമരത്തിൻ്റെ അതുപോലെ തന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ട്, മലപ്പുറത്തുകാർ കഷ്ടപ്പെട്ട്, ഞാൻ അതിൽ എൻ്റെ വേദന പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ കഷ്ടപ്പെട്ട് നമ്മൾ SLC പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിയപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ഞങ്ങൾ കരുതി സാധാരണ റാങ്ക് കിട്ടിയ കുട്ടികൾക്കൊക്കെ ലഡുവൊക്കെ ആയിട്ട് വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ പോലുണ്ട്. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി അല്ല കേട്ടോ. അദ്ദേഹത്തിന് പറയുമ്പോൾ അദ്ദേഹത്തിന് 999 എന്നൊക്കെ പറഞ്ഞ ആളാണ്. അത് പോട്ടെ, അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. താങ്കൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഈ ഇടതുപക്ഷത്തിലെ നേതാക്കളെ പഴിചാരാൻ ആയിക്കോട്ടെ. അത് ഞാൻ പറയണല്ലോ. പുള്ളി അങ്ങനെ പറഞ്ഞ ഞാൻ പറഞ്ഞു നാട്ടുകാർ മുഴുവൻ കാണണല്ലേ, നാട്ടുകാർ മുഴുവൻ കാണണല്ലേ പുള്ളി വായിക്കുന്നത്. ഒരു 4ാം ക്ലാസ് അവസരത്തിൽ താങ്കൾ എന്തിനാണ് ഈ പിന്നെ കിടക്കുന്ന ഈ ഒരു ആവശ്യമില്ലാതെ അവിടെ കിടക്കുന്ന ഈ വിദ്യാഭ്യാസ മന്ത്രിയെ എടുത്തുകൊണ്ട്? ഞാനൊരു പച്ചയായ മനുഷ്യനാണ്. ഇത് പറയുമ്പോൾ ഇനിയിപ്പോൾ അത് പറയുമ്പോൾ അവിടെ ഞാൻ ഇടതുപക്ഷമെന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ വലതുപക്ഷമെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഏത് പക്ഷമായാലും
അല്ല വലതുപക്ഷം തന്നെ അല്ല വലതുപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെയാണ് താങ്കൾ സംസാരിക്കുന്നത്. കാരണം ഒരാവശ്യമില്ലാതെ ഞാൻ താങ്കളോട് ഈ പച്ചക്കുപ്പായത്തെ കുറിച്ച് മാത്രമാണ് ചോദിച്ചത്. അതേ സമയത്ത് താങ്കൾ പോയത് എങ്ങോട്ടേക്കാണ്? അതിന് പാവം ഇതിലായിട്ട് ഒരു പച്ചക്കുപ്പായിട്ടോ യാതൊരു ബന്ധവും ഇല്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്തേക്ക് പോയി. അല്ല ഇത് വേറെ ഒന്നുണ്ട്. ഞാൻ നിങ്ങളൊരു ഏകദേശം കാവ്യ കലർന്ന് ഒരു കുപ്പായം കളിട്ടിട്ട് ഞാൻ ഒരു ഏകദേശം അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല അങ്ങനെയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയത്തെ നിങ്ങൾ ഇതാക്കരുത്. ഇപ്പം ഞങ്ങളങ്ങനെ കഷ്ടപ്പെട്ട് അപ്പോൾ ലഡുവൊക്കെ ആയിട്ട് വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ വരും. കാരണം മലപ്പുറം ജില്ല വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നോക്കം ജില്ലയിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ പക്ഷേ അന്ന് മുഖ്യമന്ത്രി അച്യുതാനന്ദൻ പറയുന്നത് നിങ്ങൾ കോപ്പി അടിച്ചിട്ടാണ്. ഇത് നിങ്ങളെ കോഴിക്കോട് ജില്ലയെക്കുറിച്ച് പറഞ്ഞാൽ, കണ്ണൂർ ജില്ലയെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? ഒരാളും പ്രതികരിച്ചില്ല. മലപ്പുറം ജില്ലക്കാരനായ മാർക്സിസ്റ്റ് പാർട്ടിയും പ്രതികരിച്ചില്ല. അത് ശക്തമായി പ്രതികരിക്കേണ്ട ലീഗും വേണ്ട രീതിയിൽ പ്രതികരിച്ചു. ഞാനത് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? പിന്നെ പാലക്കാട് ഒരു ആന ചത്ത് കിടന്നപ്പോൾ മേനകാ ഗാന്ധി പറഞ്ഞു അത് മലപ്പുറത്താണ്. ആണല്ലോ. മലപ്പുറം പിന്നെ വർഗീയതയുടെ പ്രഭവ കേന്ദ്രം എന്ന് പറഞ്ഞു. അതും CPM-ന്റെ മന്ത്രിയാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ അവിടെ എന്നെ വലതുപക്ഷം ഇടതുപക്ഷമാക്കിയിട്ട് കാര്യമില്ല. ഞാൻ പറയാനുള്ളത് പറയും. ഇതാണ്, താങ്കൾ ഉണ്ണിത്താനെ വലിയ വായിൽ അനുകൂലിച്ചു, അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ എണ്ണി പറഞ്ഞു. അതേസമയത്ത് താങ്കൾ അതേപോലെ ഗുണഗണങ്ങൾ പറയാവുന്ന, ഞാൻ പറയുമ്പോൾ അതേപോലെ ഒരുപാട് ഗുണഗണങ്ങൾ പറയാവുന്ന ഒരാളാണ് ബാലകൃഷ്ണൻ മാഷ് എന്ന് പറയുന്നത്. അവിടുത്തെ സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സാധാരണക്കാരുടെ കൂടെ ജീവിച്ച് സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ് അവർക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിച്ച ഒരു നേതാവാണ്. അദ്ദേഹത്തെക്കുറിച്ച് താങ്കൾ നിശബ്ദനാകുകയും ഉണ്ണിത്താനെ വാനോളം പൊക്കുകയും ചെയ്തപ്പോൾ എന്തുകൊണ്ടത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതുപോലെ തന്നെ താങ്കൾ ഉണ്ണിത്താൻ ജയിക്കുമെന്ന് അസന്നിഗ്ധമായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഉണ്ണിത്താൻ എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ പറയാൻ കാരണം? അല്ല അതിൽ പിന്നെ നിങ്ങൾ ചീഫ് എഡിറ്റർ ആണെങ്കിലൊക്കെ കാര്യമല്ല, പറയാതിരിക്കാനുള്ള പറ്റില്ല. നിങ്ങൾ അവിടെ ഒരു വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ബാലകൃഷ്ണൻ സാർ മാഷെ കുറിച്ചാണ്. അങ്ങനെയല്ല ആദ്യം 2 വാക്ക് പറഞ്ഞു. ആദ്യം നിങ്ങൾ അത് വീണ്ടും ആളുകളുണ്ടല്ലോ ഇവിടെ ഇത് കേട്ടാൽ നമ്മുടെ പിന്നെ കാഴ്ചക്കാരുണ്ടല്ലോ അവർ പറയട്ടെ. ഞാൻ കൃത്യമായി പറഞ്ഞു അദ്ദേഹം ഒരു ജനകീയനാണ്. സാധാരണ മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ ആളുകളൊക്കെ ജനകീയനൊന്നും അല്ല. പിന്നെ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോൾ വളരെ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച് ഗവർണർ രാഷ്ട്രപതിയുടെ അടുത്തുനിന്ന് ഏറ്റവും നല്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ പറയണ്ടേ? ഇല്ലാത്തതൊക്കെ വിളിച്ചു പറയാൻ പറ്റുമോ? മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ഉള്ളത് പറഞ്ഞു. അല്ല അവിടെ പറയട്ടെ, അവിടെ പറയട്ടെ, അവിടെ ഞാൻ ഉണ്ണിത്താനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അവിടെ പറഞ്ഞിട്ട് ഉണ്ണിത്താൻ്റെ പഴയ പിന്നെ നാക്കുപഴയെ കുറിച്ചും എല്ലാം വിവാദമാക്കുന്ന ഒരുപാട് വിവാദങ്ങൾ പുള്ളി എടുത്തിട്ട് അതൊക്കെ ഞാൻ പറഞ്ഞു. ഇപ്പം നല്ല കുട്ടിയായിരുന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നല്ല കുട്ടിയായിട്ടുണ്ട്. അത് എനിക്കറിയില്ല കേട്ടോ. അത് പിന്നെ ഈ ഉടുമുണ്ടഴിച്ചതും ഇതൊക്കെ ഇപ്പം നമ്മൾ പറയാതിരിക്കാറില്ലേ? കാരണം അങ്ങനെ പറയുമ്പോൾ നമ്മൾ പിന്നെയും കാട് കയറും. നമ്മളിങ്ങനെ വേറെ വിഷയത്തിലേക്ക് നമ്മൾ അവിടെ നിർത്തുക. അപ്പോൾ ഉണ്ണിത്താൻ്റെ ഈ പഴയ കാലത്തെ ചെയ്തികളെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ നല്ല കുട്ടിയാകുമ്പോൾ നമ്മൾ നല്ലത് പറയണമല്ലോ. ഇപ്പം നമ്മളെ കുട്ടികളാണെങ്കിലും ചീത്ത കഴിഞ്ഞാൽ അവർ നല്ല ഒരു കണ്ടില്ല. പറയട്ടെ, ഞാൻ പറഞ്ഞില്ല അവിടെ. പറയട്ടെ. പിന്നെ അവിടെ ചീത്ത എന്ന് പറഞ്ഞാൽ ഉണ്ണിത്താൻ ഇപ്പോൾ നിങ്ങളടക്കം പറയും അന്ന് ഉണ്ണിത്താൻ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് രാഹുൽ ഗാന്ധിയുടെ ആ ഒരു എഫക്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ചെറുതാക്കി കാണും. പറയട്ടെ, ഞാൻ സിദ്ദീഖ് അതിന് മുമ്പത്തെ കഴിഞ്ഞപ്പോൾ സിദ്ദീഖ മത്സരിച്ചത് അന്ന് 77,000 മേലെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. CPM-ന്റെ കരുണാകരൻ സഖാവ് എന്ന് വിട്ടാൽ ഇപ്പോൾ അത് നിങ്ങൾ പറയും നിങ്ങൾ സഖാവ് എന്ന് പറഞ്ഞില്ല. അപ്പോൾ അഡ്വക്കേറ്റ് സിദ്ദീഖ് അവർ തമ്മിൽ മത്സരിക്കുമ്പോൾ സത്യത്തിൽ അവിടുത്തെ കോൺഗ്രസ്സുകാർ ഭീകര നന്നായി പണിയെടുത്തില്ല. അതില്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല. കോൺഗ്രസ്സിന് വേണ്ടത്ര കാരണം എന്താ കാര്യമൊന്നുമില്ല, നമ്മൾ അധ്വാനിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവിടെ എന്താവില്ല പിന്നെ ഈ ഭൂരിപക്ഷം ഒരു കുറച്ചൊക്കെ ഒരു പകുതിയൊക്കെ ആക്കാൻ പറ്റുമെന്ന് കരുതിയിട്ട് അവർ വേണ്ടത്ര ശ്രമിച്ചില്ല. ഇപ്പോൾ പിന്നെ നമ്മുടെ ഉദുമ ഭാഗത്തൊക്കെ ഉള്ളവർ എന്നോട് പറഞ്ഞിട്ടില്ല കോൺഗ്രസിൻ്റെ ആളുകൾ. എനിക്ക് കാസർഗോഡായിട്ട് വളരെ ആത്മബന്ധമുണ്ട് കേട്ടോ. ഞാനൊരു പത്രത്തിൻ്റെ ഒരു ജീവനക്കാരനായിട്ട് ആദ്യമായിട്ട് എത്തുന്നത് കാസർഗോഡാണ്. അന്ന് കാസർഗോഡ് വളരെ ചെറിയ ടൗണാണ്. ആകെ ഒരു സുൽഷൻ ടെക്സ്റ്റൈൽസ്, ഒരു കണ്ണൻ ടെക്സ്റ്റൈൽസ്, പിന്നെ 24 മണിക്കൂറും തുറക്കുന്ന ഒരു ഹോട്ടലുണ്ട്, അതിൻ്റെ പേര് ഇപ്പോൾ മറന്നല്ലോ, റഹ്മത്ത് ഹോട്ടൽ. പിന്നെ കോഴിക്കോട്ട് ഒരു കോയാക്ക് നടത്തുന്നത്, അങ്ങനെ കുറച്ചേ ഉള്ളൂ. പക്ഷേ എനിക്ക് അതിനേക്കാളൊക്കെ ഇഷ്ടപ്പെട്ട അവിടെ പിന്നെ ഒരു BJP-ൻ്റെ ആളാണ്, എന്താണ് പേര്, കാനറ എന്ന് പറയുന്നത്. അവിടെ ഗഡ്ബഡുണ്ട്, ഭയങ്കര ടേസ്റ്റ് ഐസ്ക്രീം.
ഐസ്ക്രീമിലൊക്കെ ചേർത്തിട്ട് ഇപ്പോഴും എനിക്കത് പറയുമ്പോൾ കണ്ട എൻ്റെ ഒരു കപ്പലോടും അത്രയും ടേസ്റ്റില്ല. അതാണ് അന്ന് അത്രേ ഉള്ളൂ കാസർഗോഡ്. കാഞ്ഞങ്ങാട് വന്നാലും അങ്ങനെ തന്നെ. ആ മാറ്റം അന്ന് മുതൽ ഞാൻ കാസർഗോഡ് 1987 ജനുവരി 1 തീയതി ഞാൻ കാസർഗോഡുള്ളതാണ്. ഇപ്പോഴും ഞാൻ കാസർഗോഡ് ബന്ധം പുലർത്തുന്ന ഞാൻ ഈ പറഞ്ഞത് കാസർഗോട്ടെ ആളുകളുമായിട്ട് സംസാരിച്ചതിൻ്റെതാണ്. അപ്പോൾ അങ്ങനെ ആ തെരഞ്ഞെടുപ്പിൽ ചെയ്തു. പക്ഷേ വോട്ട് എണ്ണി കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ഞെട്ടിപ്പോയത്. കാരണം കാസർഗോട്ടുകാർ ഒരുപാട് ആളുകൾ ഗൾഫിലുണ്ട്, ഒരുപാട് ആളുകൾ കർണാടകയിലുണ്ട്, കർണാടകയിൽ ഹുബ്ലിയിലും എല്ലാ ഭാഗത്തും അവരുണ്ട്, അതുപോലെ മഹാരാഷ്ട്രയിലുണ്ട്. വേണ്ടത്ര ആളുകളെ കൊണ്ടുവന്നില്ല. കാരണം എന്താ കൊണ്ടുവന്നിട്ട് എന്തായാലും നമ്മൾ ജയിക്കൂല എന്ന് കരുതിയിട്ട് ഒരു 4000 വോട്ടിൻ്റെ അടുത്ത് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉണ്ണിത്താൻ തിരുത്തിയ ചരിത്രം സിദ്ദീഖ് തിരുത്തുമായിരുന്നു, ഒരു സംശയമില്ല. അപ്പോൾ CPM-ൻ്റെ വോട്ടവിടെ കുറഞ്ഞു. ഒരു 10-75,000 വോട്ടിൽ നിന്ന് ഇത്ര കുറയാന്ന് പറഞ്ഞാൽ അതൊരു പരാജയം തന്നെയാണ്, ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. ഞാനതേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഉണ്ണിത്താൻ MP ആയതിനു ശേഷം അദ്ദേഹം പിന്നെ കൊല്ലത്തുകാരനാണ്, CPM-ന് മറ്റൊരു ശക്തി കേന്ദ്രത്തിൽ വന്നാണ് അദ്ദേഹം. ഞാനൊക്കെ പണ്ട് ഉണ്ണിത്താനെ കാണുമ്പോൾ ഇതിലങ്ങോട്ട് വലിയൊരു പൊട്ട നെറ്റി ഒന്നായിട്ട് പൊട്ടൊക്കെ ഇട്ട് മൂപ്പര് കാസർഗോഡ് ഒന്ന് പൊട്ട് ഇടണമെന്നോ പൊട്ട് വായിക്കണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല കേട്ടോ. നമ്മുടെ വിശ്വാസം, നമ്മൾ ഏത് വിശ്വാസിയായാലും കാണിക്കണം. അത് ഇപ്പം നിങ്ങൾ എന്നോട് പറയാം പച്ച കുപ്പായം എന്ന് പറഞ്ഞാൽ ഞാൻ പച്ചൻ്റെ ഇടുള്ളൂ. അങ്ങനെ അപ്പം നമ്മളിപ്പോൾ പൊട്ട് അത് ഒരു തെറ്റല്ല. ഇപ്പം ഞാൻ പറയില്ല, ചില ആളുകൾ പറയും, അത് പറഞ്ഞുതരാം. ചില ആളുകൾ പറയും, ഇപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ ഞാൻ പലരോടും വിമർശിക്കാറുണ്ട്. ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് CPM-മാരും കോൺഗ്രസ്സിലൊക്കെ ഉള്ള ഹൈന്ദവ സഹോദരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ വേറെ ഒന്നുണ്ട്, ശ്രീകൃഷ്ണ ജയന്തിക്ക് ഘോഷയാത്രക്ക് പായസവും മിഠായി കൊടുക്കൽ മുസ്ലിം ലീഗുകാരാണ്, അവിടുത്തെ മുസ്ലിം പള്ളി കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ നബിദിന ജാഥക്ക് പോകുമ്പോൾ മത്സരിച്ചിട്ടാണ് ആ കുട്ടികൾക്ക് മിഠായിയും പായസമൊക്കെ കൊടുക്കുന്ന അവിടുത്തെ ഹിന്ദു സഹോദരന്മാരാണ്. പക്ഷെ അവിടെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഒരാൾ പങ്കെടുക്കുമ്പോൾ മറ്റൊരു BJP ആട്ടോ. ഇപ്പുറത്ത് നബിദിന ജാഥയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗം. അവിടെ നമ്മൾ അതിലെ ജാതി മതം കാണുന്നത് അങ്ങേയറ്റം. ഞാനത് ഞാൻ പറയട്ടെ. അപ്പോൾ ഉണ്ണിത്താനെ മായ്ക്കാൻ പാടില്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. ഉണ്ണിത്താൻ പൊട്ടിടണം. എന്തിനാണോ പേടിക്കണം, ആരെയും ഉണ്ണിത്താനോട് പൊട്ടിടണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ണിത്താൻ പൊട്ടിടുന്നതിനല്ല പറഞ്ഞത്. അപ്പോൾ ഉണ്ണിത്താൻ കാസർഗോഡ് MP ആയി വന്നതിന് ശേഷം ഒരു പക്ക കാസർഗോഡുകാരനായി മാറി. ഇപ്പോൾ ഈ കാസർഗോഡ് ഒരു ഭാഷയുണ്ട്, ഞങ്ങൾ അത് എന്നോട് സൂചിപ്പിച്ചു എന്ന് കരുതി അല്ലേ, ഇച്ചാന്ന് വിളിച്ചത്. അത് ഞാൻ വിളിച്ചതല്ല. കാസർഗോഡുകാർ സാധാരണ അവർ മുസ്ലിങ്ങളുടെ ഇടയിൽ ഇച്ച ഇഞ്ഞ എന്നാ പറയാം. നിങ്ങളെന്താ കാക്ക താത്ത അല്ലേ, താത്ത. അവർ അമ്മായി എന്ന് പറഞ്ഞാൽ ഞങ്ങളാരാ, അമ്മാവൻ്റെ ഭാര്യ. കാസർഗോഡ് നേരെ തിരിച്ചാ. കാസർഗോഡ് അമ്മായി എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ്. ജ്യേഷ്ഠൻ്റെ ഭാര്യനെ അമ്മായി നിൽക്കും. അപ്പോൾ ആകെ തല തിരിഞ്ഞൊരു സംഭവമാണ് അവിടെ. അപ്പോൾ അവിടെ ഇച്ചാന്ന് വിളിക്കുക, അവർ സ്നേഹത്തോടെ അവർ വിളിക്കുന്നതാണ്, ഞാൻ വിളിച്ചല്ല. ഉണ്ണിച്ചയുടെ വിജയം താങ്കൾ പ്രഡിക്റ്റ് ചെയ്യുന്നു. എന്തടിസ്ഥാനത്തിലാണ് താങ്കൾ അത് പ്രഡിക്റ്റ്? പറയട്ടെ, ഒരാളെ നമ്മൾ വിലയിരുത്തുക, അയാൾ നമ്മളൊരു സ്ഥാനത്ത് ഏൽപ്പിച്ചു, ആ 5 വർഷം അയാൾ എന്ത് ചെയ്തു എന്നാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ആ 5 വർഷം അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മൾ സത്യസന്ധമായിട്ട് പറയാം, നിങ്ങളും ഞാനും കൂടിയിട്ട് ദുബായിൽ കരാമ സെൻറ്ററിൽ നിന്ന് കുറേ വോട്ടർമാരുടെ അഭിപ്രായം ചോദിച്ചു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. ഒരു 2-3 ചെറുപ്പക്കാർ നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്യാന്ന് വെച്ചു, ഓർമ്മയുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഉണ്ണിത്താനാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളേതാ? ഞങ്ങൾ സഖാക്കളാണ്. ഓർമ്മയില്ലേ? ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറയട്ടെ, ഈ പ്രാവശ്യം ഞങ്ങൾ എന്തായാലും MP എന്ന നിലയ്ക്ക് ഉണ്ണിത്താനം ചെയ്യും. അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾ മാറി ചിന്തിക്കുമെന്ന് നിങ്ങളോട് എന്നെ മുമ്പ് പറഞ്ഞാണ്. പക്ഷെ ഞാൻ പറയുന്നത്, ഒരു MP-യുടെ യോഗ്യതയായിട്ട് നിങ്ങൾ കരുതുന്നത് അയാൾ കല്യാണത്തിന് പോകുന്നതാണോ, അദ്ദേഹം മരണ വീട്ടിൽ പോകുന്നതാണോ, അദ്ദേഹം ചിരിക്കുന്നതാണോ? ഇപ്പം തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഉണ്ണിത്താൻ്റെ ഫോട്ടോ ഇല്ലാത്തൊരു വികസന പരിപാടി അവിടെ നടത്തിയിട്ടില്ല. അദ്ദേഹം നടത്തിയ വികസന പരിപാടി എന്തെന്നാണ് ഒരു MP-ക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് എന്ന് പറയുന്നത്, അദ്ദേഹം എല്ലാവരോടും ചിരിക്കണമെന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം എല്ലാവരോടും ചിരിക്കണം, എല്ലാവരോടും പിന്നെ എല്ലാവർക്കും ആക്സസിബിൾ ആയിരിക്കണം. അത് ഉണ്ണിത്താനുണ്ട് എന്ന കാര്യം ഞാൻ പറയുന്നു. അതേ സമയത്ത് തന്നെ ഒരു MP എന്ന നിലയിൽ അദ്ദേഹം മണ്ഡലത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്ത് എന്ന് ചോദിച്ചാൽ കാര്യമായിട്ടൊന്നുമില്ല. അദ്ദേഹം വെച്ച് കുറേ വിളക്കുകൾ വെച്ചിട്ടുണ്ട്. ആ വിളക്കിൻ്റെ താഴെയെല്ലാം ഈ MP-യുടെ പുഞ്ചിരിക്കുന്ന മുഖം വെച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഈ കുറേ സ്കൂൾ ബസ്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്കൂൾ ബസ്സുകളിലും MP-യുടെ ചിരിക്കുന്ന മുഖം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ കാസർഗോഡിൻ്റെ മനസ്സിൽ
ഉണ്ണിത്താനെ പ്രദർശിപ്പിക്കാനല്ലാതെ ഉണ്ണിത്താൻ ചെയ്ത ഒരു വലിയ വികസനം എന്ത് എന്ന് ചോദ്യത്തിന് താങ്കളുടെ ഉത്തരവെന്ത്? അല്ല, കാസർഗോഡ് ഒരു വികസനമില്ലാത്തൊരു ജില്ലയായിരുന്നു കാസർഗോഡ്. അതിൽ ഒരു MP എന്നുള്ളതൊക്കെ വേണ്ട, അങ്ങനെ പറയുമ്പോൾ പറയട്ടെ. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്നോട് മറുപടി പറയണം. CPM ഈ പ്രാവശ്യം ജയിച്ചത് ആലപ്പുഴയാണ്. അവിടെ നമുക്ക് വിഷയം വരുമ്പോൾ അയാൾ പരാജയമാണ്. അതുപോലെ അതിന് മുമ്പ് ജയിച്ച കുറേ MP മാരുണ്ട്. ഇപ്പോൾ പിന്നെ രാജ്യസഭ MP മാരുണ്ട്. എൻ്റെ നാട്ടുകാരനായ ഒരു രാജ്യസഭാ MP, ചിലപ്പോൾ നിങ്ങളും കൂടി ശത്രുവായിരിക്കും. നിങ്ങളെന്നാളോട് പറഞ്ഞിട്ടുണ്ട്, പുള്ളി പഠിച്ച സ്കൂളിൽ പോലും ഒരു ഫണ്ട്. ഞാൻ എൻ്റെ നാട്ടിലൊരു സ്കൂളിൽ PV അബ്ദുൽ വഹാബ് ആണ് ഫണ്ട് അനുവദിച്ചത് ഒരു ചുറ്റുമതിലിന്. പക്ഷേ അവിടെ പഠിച്ച് അവിടെ വളർന്ന ഒരു MP തിരിഞ്ഞു നോക്കില്ല. അപ്പോൾ CPM അതങ്ങോട്ട് പോട്ടെ. അപ്പോൾ CPM പൊതുവെ വികസന രംഗത്ത് ഇനിയിപ്പോൾ എന്തെങ്കിലും കൊടുത്തതെന്ന് എനിക്കറിയില്ല കേട്ടോ, എൻ്റെ അറിവിലുണ്ടായിരുന്നില്ല. CPM വികസന രംഗത്ത് വളരെ പിന്നിലാണ്. പക്ഷെ ഉണ്ണികൃഷ്ണൻ്റെ ബോർഡ് വെച്ചെന്നാൽ വെറുതെ ഉണ്ടെങ്കിൽ ബോർഡ് വെക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഉണ്ണികൃഷ്ണൻ ബോർഡ് അല്ല, ഉണ്ണിത്താൻ ബോർഡ് വെച്ചത് ഇവിടെ MP മാർ ഒരുപാട് സ്ഥലത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ള പൈസ അല്ല. ഓരോ MP-ക്കും 5 കോടി രൂപ അനുവദിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ. ഈ കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ചിട്ട് ആ ഫോട്ടോ വയ്ക്കാൻ ഇതിൽ ഇതില്ല. അതിൽ പിന്നെ ഉണ്ണിത്താൻ്റെ ഫ്ലക്സ് ബോർഡ് വയ്ക്കാൻ, സ്ഥിര ബോർഡ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് എടുക്കാൻ നിയമമില്ല. എന്നിട്ടും അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ ബോർഡ് വയ്ക്കുന്നു. എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, അദ്ദേഹം ഈ 5 കോടി രൂപ പോലും പൂർണ്ണമായിട്ട് വിനിയോഗിച്ചിട്ടില്ല. അത് വികസനം എന്ന് പറയുമ്പോൾ ഒരു MP-യുടെ ഏറ്റവും പ്രധാനവുമായ കടമ എന്ന് പറയുന്നത് മണ്ഡലത്തിൻ്റെ വികസനമാണ്. ആ വികസന പ്രവർത്തനത്തിന് വേണ്ടി അദ്ദേഹം പൂർണ്ണമായി പണം ചെലവഴിച്ചിട്ടില്ല. കഴിഞ്ഞ 2023 കണക്ക് മാത്രം എടുത്താൽ 1.8 കോടി രൂപ ലാപ്സായി പോയിട്ടുണ്ട്. ഏത് കാരണത്താൽ? അദ്ദേഹം കറക്റ്റായിട്ട് പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുക്കാത്തതിൻ്റെ കാരണം എത്രയോ പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ അദ്ദേഹത്തിൻ്റെ മേശയുടെ മുകളിൽ കെട്ടിക്കിടക്കുകയാണ്. ഇനി ഞാൻ പറയട്ടെ. പിന്നെ അതുപോലെ തന്നെ ഈ 2024 ഈ തെരഞ്ഞെടുപ്പ് വരെ അദ്ദേഹത്തിന് അവസരമുണ്ടായിരുന്നു. അത് ഉപയോഗിക്കേണ്ട അവസരമായിരുന്നു, ഏറ്റവും സുവർണ അവസരമായിരുന്നു. ആ അവസരത്തിൽ അദ്ദേഹം വികസന ഫണ്ടിൽ നിന്നും ഒന്നും ചെലവഴിച്ചിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ ഇനി ഇങ്ങോട്ട് വന്നാൽ, ഇപ്പോൾ ഇനി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അത് വേറെ ആൾ വരികയാണ്, പുതിയ ഇത് വരുന്നു, പുതിയ വികസന ഫണ്ടാണ്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ലാപ്സാകാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഈ MP-യെ തന്നെ വീണ്ടും നിങ്ങൾ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ മണ്ഡലത്തിന് എന്ത് കിട്ടും എന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ 2 കാര്യം പറയാം. ആദ്യം നീണ്ടുപോയാൽ നമുക്ക് അടുത്ത മണ്ഡലങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്യാനല്ല, അത് ഒഴിവാക്കാനാണ് നിങ്ങൾ ഇങ്ങനെ ചാടിക്കയറി വരുന്നത് എനിക്കറിയാം. പക്ഷേ ഒരു MP നിങ്ങൾ പറഞ്ഞ് കുറേ ബോർഡ് വെച്ചത്, അവിടെ ഉണ്ണിത്താൻ കല്യാണത്തിൽ പങ്കെടുത്ത ബോർഡല്ല വെച്ചത്. അവിടെ നടന്ന ഓരോ വികസനത്തിൻ്റെ ഉദ്ഘാടനം ഇതൊക്കെ ആയിട്ടാണ്. പിന്നെ മുഴുവൻ പറയട്ടെ, ഞാൻ മുഴുവൻ പറയണം, അതിൻ്റെ ചാടിക്കയറി പറയരുത്. നിങ്ങൾ പറഞ്ഞ ഞാൻ വേണ്ടിയില്ലല്ലോ, ഞാൻ തലയാട്ടിരുന്നാണ്. അതാണ് പ്രതിപക്ഷ ബഹുമാനം. നിങ്ങൾ സഖാവരുത്. അപ്പോൾ പിന്നെ ബോർഡ് വെച്ചത് അവിടെ ഓരോ വികസന പ്രവർത്തനങ്ങൾ വരുമ്പോഴാണ്. പിന്നെ MP ഫണ്ട് പൂർണ്ണമായിട്ട് ഒരു MP മാരും പൂർണ്ണമായി ചെലവഴിച്ചില്ല. പറയട്ടെ, അതിന് പറഞ്ഞുതരാം. അല്ല പോട്ടെ, ഞാൻ പറഞ്ഞുതരാം. അതിന് പ്രൊജക്ട് റിപ്പോർട്ട് കൊടുത്ത് അത് പാസ്സായി കുറേ വിഷയങ്ങളുണ്ട്. പിന്നെ ബോർഡ് വെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പം റേഷൻ പീടികയിൽ പോലും ബോർഡ് അല്ല, ഉത്തരം പറയട്ടെ. MP ഫണ്ട് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞു പല MP മാരും വന്ന്. എന്നാൽ അതിന്റെ മുമ്പത്തെ MP ആരായിരുന്നു? LDF-ന്റെ MP അല്ലായിരുന്നു. അദ്ദേഹം പൂർണ്ണമായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു, ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നോക്കാം. അദ്ദേഹം പൂർണ്ണമായി ഫണ്ട് ഉപയോഗിക്കുകയും ജനങ്ങളിങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് അവിടെ അടിസ്ഥാനരഹിതമാണ്. ജനങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, 70,000-70,000 മേലെ ഭൂരിപക്ഷം ഉള്ളടുത്ത് അത്രയും ഭൂരിപക്ഷത്തിലേക്ക് വരണമെങ്കിൽ ജനങ്ങളുടെ അടുത്തുള്ള സ്വീകാര്യത ഫണ്ട് മാത്രമല്ല, ഫണ്ടൊന്നും പോയി അത് നമ്മൾ കണക്കെടുക്കുക. അത് വേണമെങ്കിൽ നമുക്കൊരു അടുത്തൊരു ചർച്ചയിൽ ഓരോ MP മാർ കഴിഞ്ഞ 20 MP മാർ എടുത്ത ഫണ്ടിനെ കുറിച്ച് നമ്മൾ ചർച്ച, അപ്പോൾ അതൊന്ന് ബോധ്യമാവുമല്ലോ. രാജ്യസഭ MP മാർക്ക് കൂട്ടണം കേട്ടോ, രാജ്യസഭ MP മാർക്ക് കൂട്ടണം, MLA മാർക്ക് കൂട്ടണം. പിന്നെ ഫോട്ടോ വെക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറും വാർഡ് മെമ്പറും മൊത്തം ആളുകൾ ഇപ്പോൾ ഫോട്ടോ വെക്കുന്ന ഒരു ഷോ ആയി മാറിയിട്ടുണ്ട്. ഫോട്ടോ വെക്കാനായിട്ട് നടക്കുന്ന ആളുകളുണ്ട്, കണ്ടിട്ടില്ലേ? അപ്പോൾ അത് എല്ലാവരും ഉണ്ട്. ഇപ്പോൾ CPM മാർ വെക്കുന്നുണ്ട്, കോൺഗ്രസ് വെക്കുന്നുണ്ട്, ലീഗ് വെക്കുന്നുണ്ട്. അന്നൊന്നും ഓരോ ട്രെൻഡ് വരുന്നല്ലേ ഒരു കാലത്ത്, ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ചല്ലേ വരിക.
അപ്പൊ ഇനി പോകണോ വെക്കണം എല്ലാവരും എന്നാണ് താങ്കളുടെ അഭിപ്രായം. എനിക്ക് അഭിപ്രായമില്ല. ഇപ്പൊ എന്റെ ഫോട്ടോ ഇപ്പുറത്തൊരു ശ്രീമതി ടീച്ചർ ഉണ്ടായിരുന്നു പണ്ട്. വേണ്ട, ഞാൻ പറയാം അവരുടെ ഫോട്ടോ ഞാൻ കണ്ടില്ല. ഞാൻ കണ്ണൂരിൽ ഇടയ്ക്കിടയ്ക്ക് സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. അവര് ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത ഒന്നിന് ഞാൻ അവരുടെ ഫോട്ടോ കണ്ടില്ല. അല്ല, അന്നൊന്നും ഇപ്പോഴാണ് ഈ ട്രെൻഡ് വന്ന് ഈ ഫ്ലക്സും കാര്യങ്ങളൊക്കെ. ഇത് നമ്മൾ ഓരോ കാലത്തനുസരിച്ച് മാറുമല്ലോ. പിന്നെ ഞാനുമുണ്ട് ഇനി ബോർഡൊക്കെ വെക്കും. ഇപ്പൊ റേഷൻ അരിമലടക്കം ഫോട്ടോ ഉണ്ടെന്നാ പറഞ്ഞത്. അല്ലേ, പ്രധാനമന്ത്രിയുടെ ഫോട്ടോ. അല്ല, അങ്ങനെ എത്തിപ്പോ. അപ്പൊ ഇതിലൊന്നും ആരും വ്യത്യസ്തരല്ല. ഞാൻ വേറൊന്നും കൂടി പറയാം, അതൊരു വിവാദമായാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അന്ന് വീടുണ്ടാക്കുമ്പോൾ ഈ ഹൗസ് വാമിങ്ങിനൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തരും. അപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ വെച്ചിട്ടൊരു സാധനം തന്നു, ഒരു ഗിഫ്റ്റ് തന്നു. ഒരു മുസ്ലിയാരെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നാസർ ഇത് വീട്ടിൽ വെക്കാൻ പറ്റില്ല, റഹ്മത്തിൻ്റെ മരക്ക് കിടക്കില്ല. ഇത് കേട്ട പോലെ എൻ്റെ വൈഫ് എടുത്തിട്ട് അത് കളഞ്ഞു. കാസർഗോട്ടെ ഭാഷയിൽ അത് ചാടി. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ മൂല്യന്മാർ വലുത് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റഹ്മത്തിൻ്റെ മലക്കിടക്കുന്ന അവരെ ഈ ദീനി പ്രഭാഷണം നടത്തുന്നിടത്തൊക്കെ ഭയങ്കര ഫോട്ടോ ആണ്. അവരെ ഫോട്ടോ ചെറുതായാലും മൂല്യാർ പ്രശ്നം ഉണ്ടാക്കണുണ്ട്. മൈക്കിന് അതിൻ്റെ ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ വലുതറിയാൻ വരാത്തവരൊക്കെ ഉണ്ട്. ഇത് നമ്മൾ വിഷയം എടുത്തിടുമ്പോൾ ഇപ്പം എല്ലാവരും അങ്ങനെ മാറി, അല്ലേ? എല്ലാവരും മാറി. ഞാനൊരു മദ്രസ പഠിക്കുന്ന കാലത്ത് ഞാനൊരിപ്പോൾ ചിത്രം വരയ്ക്കാൻ എനിക്കറിയാം. ഞാനൊരു പൂച്ചേനെ വരച്ചു, പൂച്ചയാണോ നായയുടെ വരച്ച് ഇങ്ങനെ 2 വര വരച്ചപ്പോൾ മൂല്യാർ എന്നെ അടിച്ചിട്ട് പറഞ്ഞു, വിഷയം കയറിപ്പോണ്ട് സാറില്ല, എന്നെ അടിച്ചിട്ട് പറഞ്ഞു നാളെ അവിടുന്ന് ജീവൻ കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഇതേ മൂല്യാർ കുറേ കാലം കഴിഞ്ഞാൽ കുട്ടികളുടെ ഒരു മാസിക വരിക്കാരെ ചേർക്കാൻ്റെ കുട്ടികൾ ഞാൻ വരിസംഖ്യ കൊടുത്താൽ മൂല്യം നമ്മളെ ഒരു കട ഉണ്ട്, നിങ്ങൾ എന്നെ അങ്ങനെ അടിച്ചിരുന്നു. അന്ന് ഞാനൊരു നായ പൂച്ച എന്തോന്ന് വരച്ചിരുന്നത്. ഇതിന് നിറയെ ചിത്രങ്ങളാണ്. ഇതൊക്കെ അവിടെ നിന്ന് ജീവൻ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമെന്ന് വെച്ചു. അപ്പോൾ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇനി വേറെ വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതൊക്കെ പറയേണ്ടി വരും. അപ്പോൾ ഞാൻ ചോദിക്കണത്, നിങ്ങളിതിപ്പോൾ എൻ്റെ കൊള്ളങ്ങനെ കുറേ തിരിഞ്ഞല്ലോ, അത് പൊതുവെ സഖാക്കളുടെ സ്വഭാവമാണ്. നിങ്ങൾക്കൊന്നും ചെയ്യാം, ബാക്കി അല്ല നിങ്ങൾ സഖാവല്ലെങ്കിലും അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പോൾ ശിവൻകുട്ടി അമ്മക്കാരെ മേശപ്പുറത്ത് കയറി ചാടിയൊക്കെ കിടന്നിട്ട് മൂപ്പർ പറയാം പാർലമെൻറ്റിൽ നിങ്ങൾ നിയമസഭയിൽ അച്ചടക്കം പാലിക്കണം, അതിൻ്റെ മര്യാദ ഉണ്ടെന്നൊക്കെ ശിവൻകുട്ടിയും നമ്മളെ മറ്റേ സ്പീക്കറൊക്കെ അന്നൊക്കെ ഒരു കാട്ടിക്കൂട്ടി പരാക്രമങ്ങളൊക്കെ അറിയാം. അവരാ ചെയ്ത് മറന്നിട്ട് നമ്മൾ പറയും. അപ്പോൾ നിങ്ങളത് പറയട്ടെ, നിങ്ങളിപ്പോൾ അവിടെ പക്കാ സുധാകരൻ വിരോധിയായി മാറി ഉണ്ട്. നിങ്ങൾ ജയരാജന് ജയിപ്പിക്കാൻ വേണ്ടി ബോധപൂർവ്വ ശ്രമം നടത്തി ഞാൻ പറഞ്ഞത് നിശ്ചയിക്കാൻ കഴിയും.